വിശദമായ വാർത്തകളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മത്സരക്ഷമമാക്കി ലാഭമുണ്ടാക്കുന്ന നയം വിജയത്തിലേക്ക് എത്തിയെന്ന് മന്ത്രി പി രാജീവ്. KSDPയുടെ 50ാം വാർഷികാഘോഷവും മെഡി മാർട്ടും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂർണ്ണമായും വിൽക്കാൻ വെച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSDP ഇന്ന് ലാഭത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യവസായ വകുപ്പിന് കീഴിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ 24 എണ്ണം ലാഭകരമായി പ്രവർത്തിക്കുന്നത് അഭിമാനകരമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ഈ വർഷം 5119 കോടി 18 ലക്ഷമാണെന്നും മന്ത്രി പറഞ്ഞു. ലാഭം 100 കോടിയിലധികമാക്കി ഉയർത്താൻ KSDPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓങ്കോളജി പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ KSDP ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ പൊതുമേഖലാ സ്ഥാപനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. KSDPയുടെ മെഡിമാർട്ട് അത് വരുന്ന വഴിക്ക് തന്നെ നാടൻ മുറിക്കുകയും ശിലാഫലകം അനാച്ഛാദനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ C അച്യുതമേനോന്റെ കാലഘട്ടത്തിലാണ് ഈ TV തോമസ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തിത്വം അദ്ദേഹം കൂടി നേതൃത്വം നൽകിയിട്ടാണ് KSDP എന്ന നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു അടുക്കള എന്ന നിലയിൽ ഒരു സംവിധാനം KSDP എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കാണ്. അതാണ് ഇപ്പോൾ IV ഫ്ലൂയിഡിന്റെ സംവിധാനങ്ങളാകെ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി വെച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓങ്കോളജി പാർക്കും അതിന്റെ അവസാന ഘട്ട അംഗീകാരത്തിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്ഥാപനമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലവൂർ KSDPയിൽ നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, KSDP ചെയർമാൻ CB ചന്ദ്രബാബു, വ്യവസായ വകുപ്പ് OSD ആനി ജൂല തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, KSDP മാനേജിംഗ് ഡയറക്ടർ EA സുബ്രഹ്മണ്യൻ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. KSDP സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനാണ് മെഡിമാർട്ട് ആരംഭിച്ചത്. ഇവിടെ മരുന്നുകൾ 10% മുതൽ 20% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സംവിധാനവും ഉണ്ടാകും. തനത് ഫണ്ട് വെട്ടിക്കുറച്ചും ഗ്രാന്റുകൾ ഇല്ലാതാക്കിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുകയാണ് ഇടതു സർക്കാരെന്ന് മോൻസ് ജോസഫ് MLA. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സ്വതന്ത്രമായി ഭരിക്കാൻ കഴിയാത്തതിനാൽ താഴെത്തട്ടിൽ വികസന സ്തംഭനം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF ചങ്ങനാശ്ശേരി ടൗൺ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോൻസ് ജോസഫ് MLA. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന പിണറായി സർക്കാരിന് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതികരിക്കുന്നതിന്റെ ഭാഗമാണ് UDFന്റെ ഈ ഓരോ സമരങ്ങളും. നിരവധി സമരങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു. ആ സമരങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ കണ്ണു തുറന്ന് കാണുവാൻ തയ്യാറല്ല എന്നതുകൊണ്ടാണ് ഈ രാപ്പകൽ സമരത്തിലേക്ക് നമ്മൾ വരുന്നത്. ഈ രാപ്പകൽ സമരത്തിന് ആധാരമായ വിഷയം അധ്യക്ഷത വഹിക്കുന്ന ശ്രീ നൌഷാദ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ സമീപകാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടെടുത്ത തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ സമരം നമ്മൾ തീരുമാനിച്ചത്. പ്രതിഷേധ പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷത വഹിച്ചു. KF വർഗീസ്, BJ ലാലി, ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ്, PP തോമസ്, PH നാസർ, ജോർജ് കുട്ടി മാപ്പിളശ്ശേരി, KN മുഹമ്മദ് സിയ, ബാബു കോയിപ്പുറം, PM കബീർ, തോമസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു. കോടതികളിലെ ഫീസ് വർധനവിനെതിരെ സംസ്ഥാനത്ത് അഭിഭാഷകരും ക്ലർക്കുമാരും ബുധനാഴ്ച കോടതി ബഹിഷ്കരിക്കും. ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബഹിഷ്കരണത്തിൽ അമ്പലപ്പുഴ കോടതിയിലെ അഭിഭാഷകരും ക്ലർക്കുമാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബജറ്റ് പ്രഖ്യാപനത്തിൽ കോടതി ഫീസ് വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ഉത്തരവിലൂടെ ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ കോടതിയിലും ഫീസ് വർധനവ് നടപ്പാക്കുകയായിരുന്നു.
നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള വർധനവാണ് നടപ്പാക്കിയിരിക്കുന്നതെന്നാണ് ആരോപണം. നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 2 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ വർധനവാണ് സിവിൽ, ക്രിമിനൽ, കുടുംബ കോടതി വ്യവഹാരങ്ങളിൽ കോടതി ഫീസായി കക്ഷികൾ അടയ്ക്കേണ്ടി വരിക. കുടുംബ കോടതികളിലും ഫീസ് വർധനവ് കുത്തനെ നടപ്പാക്കിയിരിക്കുകയാണ്. ഫീസ് വർധനവിനെതിരെ ബാർ കൌൺസിലും വിവിധ അഭിഭാഷക സംഘടനകളും സർക്കാരിന് പരാതി നൽകിയിരുന്നു. ഇതിനുശേഷവും നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ബുധനാഴ്ച കോടതി ബഹിഷ്കരണ സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു ഭീമമായ വർധന കോർട്ട് ഫീസ് ഇനത്തിൽ ഒരു സർക്കാരും വരുത്തിയിട്ടില്ല. സാധാരണക്കാർക്ക് തങ്ങളുടെ നീതി ലഭ്യമാക്കുവാൻ വേണ്ടി അവസാന ആശ്രയമായി കരുതുന്ന സ്ഥാപനമാണ് കോടതികൾ. ആ കോടതികളിൽ പോയി വ്യവഹാരം നടത്തണമെങ്കിൽ ഭീമമായ കോർട്ട് ഫീസ് അടയ്ക്കണം. അന്യായമായ നിലയിലുള്ള ഒരു വർധനവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതികളിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇനി അവിടെ അഭയകേന്ദ്രമായി ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കോടതികളിലുമായി ബന്ധപ്പെട്ട് സംജാതമായിരിക്കുക. തങ്ങളുടെ നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ അഭയകേന്ദ്രമെന്ന കോടതിയിലേക്ക് പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കോടതി ഫീസ് വർധനവ് പിൻവലിക്കുവാനുള്ള ഈ അഭിഭാഷകരുടെയും ക്ലാർക്കുമാരുടെയും പോരാട്ടത്തിൽ വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ജെ ഷെർലി, അഡ്വക്കേറ്റ് ആർ ശ്രീകുമാർ, അഡ്വക്കേറ്റ് അനു ജി തോട്ടപ്പള്ളി, അഡ്വക്കേറ്റ് സന്തോഷ് ബാബു, അഡ്വക്കേറ്റ് രജിത, ശിവൻപിള്ള, ശ്രീകുമാർ, കെ ഉണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കിടങ്ങറ കാവാലം, കിടങ്ങറ കണ്ണാടി റോഡുകൾ ഉയർത്തി പുനർനിർമ്മിക്കണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. പാർട്ടി വെളിയനാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിടങ്ങറ കാവാലം റോഡ് സ്വതന്ത്ര ജംഗ്ഷൻ മുതൽ വടക്കൻ വെളിയനാട് ആറ്റുതീരം വരെ തകർന്നു കിടക്കുകയാണ്. ചെറിയ വെള്ളപ്പൊക്കത്തിൽ പോലും റോഡിലെ ചില ഭാഗങ്ങളിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായി ദിവസങ്ങളോളം ബസ് സർവീസ് ഉൾപ്പെടെ നിലച്ചു പോകും. 3 സ്ഥലങ്ങളിലായി 300 മീറ്റർ ഭാഗത്ത് റോഡ് 1 മീറ്റർ ഉയർത്തിയാൽ വെള്ളപ്പൊക്കത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയില്ലെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. ഈ കിടങ്ങറ കാവാലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ നിവേദനങ്ങളാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്വതന്ത്ര ജംഗ്ഷൻ വരെ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്ര ജംഗ്ഷൻ മുതൽ ഇപ്പോഴുള്ള കൃഷ്ണപുരം വരെയുള്ള ഭാഗം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ്. ഈ കിടക്കുന്ന നമ്മുടെ ഈ റോഡിന്റെ തൊട്ട് മുൻവശം, ഈ മുൻവശത്തൊക്കെ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതോടെ റോഡിൽ ഒഴുക്കുവാൻ പറ്റില്ല. അങ്ങേപ്പുറത്ത് മാളേക്കൽ മുട്ട് മുതൽ ഉള്ള ആ ഭാഗത്ത് ഒരു വെള്ളപ്പൊക്കം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിന് മുമ്പായി ഈ റോഡിന്റെ ഗതാഗതം നിലയ്ക്കാത്ത രീതിയിൽ റോഡ് ഉയർത്തേണ്ട സാധനങ്ങൾ ഉയർത്തി സൗന്ദര്യ ജംഗ്ഷൻ വരെ പണിതെടുത്തിട്ടുള്ള രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ റോഡിന്റെ ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സാബു തോട്ടുങ്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചാക്കോച്ചൻ മൈലന്തറ, സനൽ മൂലയിൽ, ബിജു ചെറുകാട്, അനിയച്ചൻ കൊച്ചുകുന്നേൽ, ജോയി പുത്തൻതറ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ KSRTC ഡ്രൈവർക്ക് സ്കൂട്ടർ യാത്രക്കാരന്റെ മർദ്ദനം. ചേർത്തല എരുമേലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവർ അജിത്തിനാണ് മർദ്ദനമേറ്റത്. ഒന്നാങ്കര ബസ് സ്റ്റോപ്പിൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. എന്റെ തീരുമാനം അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറ. മങ്കൊമ്പ് മുതൽ പിന്തുടർന്നെത്തിയ സ്കൂട്ടർ യാത്രക്കാരൻ ഒന്നാങ്കരയിൽ വെച്ച് സ്കൂട്ടർ ബസ്സിനു മുന്നിൽ കയറ്റി നിർത്തിയ ശേഷം ഓടിവന്ന ഹെൽമറ്റ് കൊണ്ട് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന യുവതി ഇയാളെ പിന്തിരിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്തു കാരണത്താലാണ് ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയതെന്ന് അറിയില്ലെന്ന് ബസ് ഡ്രൈവർ അജിത് പറഞ്ഞു. ചേട്ടാ, ഞങ്ങൾ എരുമേലി മണിമല എരുമേലി സർവീസ് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ മങ്ങമ്പ് ബ്ലോക്ക് തൊട്ട് ഒരു ബൈക്കുകാരൻ, ഒരു സ്കൂട്ടറുകാരൻ വന്ന് എന്തോ ഇതൊക്കെ പറഞ്ഞു. ഞാനൊരു വഴി ചോദിക്കുന്നതായിരിക്കും എന്നോർത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ എന്നാ പറയുന്നതെന്ന് ചോദിച്ചു. എന്നാ ഉറക്കെ പറയാൻ പറഞ്ഞു.
ഉടനെ പുള്ളി ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചിട്ട് പുള്ളി ഉടനെ ആദ്യം തള്ളക്ക് വിളിച്ചു. അവിടുന്ന് പറയാൻ ഞാൻ എന്നാ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവൻ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്ന് എൻ്റെ കൈക്കിട്ട് ഹെൽമെറ്റ് ഊരി തല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ യാത്രക്കാരും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ കുറേ തെറിയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന്. അത് കഴിഞ്ഞപ്പോൾ യാത്രക്കാരും എല്ലാം ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുത്തുകൊണ്ട് പുള്ളി പോവുകയും ചെയ്തു. എന്താ സംഭവം എന്ന് എന്നാന്ന് നമുക്ക് അറിയത്തുമില്ല. ആ വണ്ടി നമ്പർ എന്ന് പറഞ്ഞാൽ KL 66C 8699. ഈ വണ്ടിക്കകത്ത് ഇത്രയും യാത്രക്കാർക്ക് പോലും ആർക്കും അറിയത്തില്ല എന്നാ സംഭവം അറിയത്തില്ല. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ബസ് ജീവനക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് പുളിങ്ങുന്ന് പോലീസ് സ്ഥലത്തെത്തി. അക്രമം നടത്തിയത് വെളിയനാട് സ്വദേശിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. CPIM നെടുമുടി തോട്ടുവാത്തല സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച P. പ്രസാദിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ബ്രാഞ്ച് കമ്മിറ്റി ആരംഭിച്ച പലചരക്ക് സ്റ്റേഷനറി കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. പാർട്ടി തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരുടെയും പ്രസാദിന്റെ സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെയാണ് കട ആരംഭിച്ചത്. SNDP യോഗം കുട്ടനാട് യൂണിയൻ മുൻ സെക്രട്ടറി J. സദാനന്ദൻ ആദ്യ വിൽപ്പന നടത്തി. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ നെടുമുടി ബെന്നി അധ്യക്ഷനായിരുന്നു. CPIM ബ്രാഞ്ച് സെക്രട്ടറി PC ലാലിച്ചൻ, അജിത് കുമാർ, മുരളീധരൻ നായർ, K. ശ്രീകുമാർ, PK വിനോദ്, KS ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. KPMS 54 സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 9 മുതൽ 13 വരെ തീയതികളിലായി ആലപ്പുഴയിൽ നടക്കും. സമ്മേളന നഗറിൽ സ്ഥാപിക്കുന്നതിനുള്ള കൊടിമരം, പതാക, ദീപശിഖ ജാഥകൾ ഏപ്രിൽ 9 വൈകിട്ട് 5:30 സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കും. ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണ് 5 ദിവസം വരെ 9, 10, 11, 12, 13 കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, പ്രതിനിധി സമ്മേളനം, കലാസന്ധ്യ, പൊതുസമ്മേളനം, സെമിനാറുകൾ, സുഹൃത്ത് സമ്മേളനം തുടങ്ങി വിപുലമായ പരിപാടികളുടെയാണ് ആലപ്പുഴയിൽ KPMSന്റെ ചരിത്ര സമ്മേളനം 5 ദിവസം നടത്തിയത്. ഈ സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണമായി 9-ാം തീയതി ഏപ്രിൽ 9 വൈകിട്ട് 5 മണിക്ക് ഒരേ സമയത്ത് കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു. പതാക ജാഥ കുട്ടനാട് നിന്ന് ഏപ്രിൽ 9 5 മണിക്ക് കശോർ തൊഴിലാളി സംഘത്തിന്റെ ആദ്യകാല പ്രസിഡന്റും അയ്യൻകാളിയുടെ സമരഭരണമായിരുന്ന ശീതന്റെ അനുസ്മരണത്തോടുകൂടി കുട്ടനാട് സാംസ്കാരിക സമ്മേളനം പതാക ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടും. കൊടിമര, പതാക ജാഥകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, സെമിനാറുകൾ, സർഗസന്ധ്യ തുടങ്ങി വിപുലമായ പരിപാടികൾ 54-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പതാക ജാഥയുടെ ഉദ്ഘാടനം മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ പന്ന്യൻ രവീന്ദ്രൻ നിർവഹിക്കും. ചേർത്തലയിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ ജാഥ PP ചിത്തരഞ്ജൻ MLAയും, കായംകുളത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപനും ഉദ്ഘാടനം ചെയ്യും. കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ 10-ാം തീയതി രാവിലെ പ്രയാണം ആരംഭിച്ച് വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 5:30 ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. തുടർന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് PA അജയ് ഘോഷിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സംഗമം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. 11-ാം തീയതി വൈകിട്ട് 5:30 ആലപ്പുഴ കടപ്പുറം ഡോക്ടർ VR അംബേദ്കർ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും, പ്രതിനിധി സമ്മേളനം KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറും ഉദ്ഘാടനം ചെയ്യും. 13-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിലെ 112 യൂണിയനുകളിൽ നിന്നുമായി 968 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KPMS സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് A. സനീഷ് കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ N. ബിജു, KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MT മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപത മാതൃവേദി പിതൃവേദിയുടെ വാർഷികവും പ്രവർത്തന വർഷ ഉദ്ഘാടനവും കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ നിർവഹിച്ചു. പിതൃവേദി അതിരൂപത പ്രസിഡന്റ് ജിനോദ് എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാതാപിതാക്കളിൽ മൂല്യബോധവും വിശ്വാസവും വളർത്തുക എന്നതായിരിക്കണം മാതൃവേദി പിതൃവേദിയുടെ ലക്ഷ്യമെന്ന് തോമസ് തറയിൽ പറഞ്ഞു. ഈ പൊതുസമൂഹത്തിന് ചെയ്യുന്നത് പോലെയുള്ള നന്മയുടെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തതുപോലുള്ള ഒരു സംസ്കാരം മറ്റാർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് സംശയം. എന്നാലും എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെല്ലാം സഭയാണ് ഉത്തരവാദി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ ഒത്തിരിയേറെ ദുഃഖം തോന്നാറുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ സഭയുടെ വലിയ നന്മകളെ കുറിച്ചുള്ള അവബോധമാണ്.
അതിലേറ്റവും നന്മയുള്ളത് നമ്മുടെ കുടുംബങ്ങൾ തന്നെ. നമ്മുടെ നല്ല കുടുംബങ്ങൾ, ഒത്തിരിയേറെ നന്മയുള്ള കുടുംബങ്ങൾ, അതുപോലെ നല്ല മൂല്യങ്ങൾ പുലർത്തുന്ന കുടുംബങ്ങൾ, മക്കളുടെ വളർത്തലിനും വിദ്യാഭ്യാസത്തിനും എല്ലാം അതീവ പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങൾ, സമാധാനപ്രിയരായ കുടുംബങ്ങൾ, ഇതെല്ലാം പൊതുസമൂഹത്തിന് നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ. അതിരൂപത വികാരി ജനറൽ ആന്റണി ഏത്തക്കാട് മുഖ്യപ്രഭാഷണവും സമ്മാനദാനവും നിർവഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറിമാരായ ജോഷി കൊല്ലാപുരവും മിനി തോമസും ചേർന്ന് 2024 വർഷത്തെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പിതൃവേദി മികച്ച ഫൊറോനകളായി ചമ്പക്കുളം, കോട്ടയം, കുടമാളൂർ ഫൊറോനകളും, മാതൃവേദി മികച്ച ഫൊറോനകളായി കുറുമ്പനടം, ആലപ്പുഴ, നെടുങ്കുന്നം ഫൊറോനകളും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. ഏപ്രിൽ 8 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കരുതുന്ന മംഗൾ പാണ്ഡെയുടെ ചരമദിനം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ കമ്പനി സൈന്യത്തിലെ ശിപായിമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഭടന്മാർ കലാപത്തിനൊരുങ്ങിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായിരുന്നു മംഗൾ പാണ്ഡെ. ഈ കലാപമാണ് നാം ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. കമ്പനിയുടെ പുതിയ തോക്കുകളിൽ വെടിയുണ്ട നിറയ്ക്കുന്ന ഭാഗം മയപ്പെടുത്തുന്നതിനായി മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിക്കണമെന്ന തീരുമാനത്തെ അദ്ദേഹം എതിർത്തു. തുടർന്ന് കമ്പനിക്കെതിരെ കലാപം സംഘടിപ്പിച്ചു. 1857 മാർച്ച് 29 ബാരക്പൂർ സൈനിക താവളത്തിൽ മംഗൾ പാണ്ഡെ തന്റെ മേധാവിയായ ലഫ്റ്റനന്റ് ഭോഗിനെതിരെ വെടിയുതിർത്തു. എന്നാൽ പാണ്ഡെയ്ക്ക് ലക്ഷ്യം പിഴച്ചു. മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മേലധികാരിക്കെതിരെ ഉണ്ടായ ഒരു അക്രമത്തെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി പിരിച്ചുവിട്ടു. വിചാരണയ്ക്ക് ശേഷം 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയോടുള്ള ആദരസൂചകമായി ഇന്ത്യ ഗവൺമെന്റ് 1984 തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. നീണ്ട 72 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഏപ്രിൽ 8 അതായത് 1929 ഏപ്രിൽ 8 ഡൽഹിയിലെ ബ്രിട്ടീഷ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ഒരു ബോംബാക്രമണം ഉണ്ടായി. ഗ്യാലറിയിൽ നിന്ന് 2 യുവാക്കൾ ബോംബെറിഞ്ഞു. കൂടെ കുറച്ച് ലഘുലേഖകളും വിതറി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിലെ അംഗങ്ങളായ ആ ധീര വിപ്ലവകാരികൾ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമായിരുന്നു. ഇതിനായി അവർ ഈ ദിവസം തെരഞ്ഞെടുത്തത് മംഗൾ പാണ്ഡെയുടെ വീരസ്മരണയ്ക്കായി കൂടിയായിരുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ടും ഏപ്രിൽ 8 ഓരോ ഭാരതീയനും സ്മരണയിൽ സൂക്ഷിക്കേണ്ട ചരിത്ര ദിനമാണെന്ന് നിസ്സംശയം പറയാം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് കിളികൾക്ക് ഒരു തുള്ളി എന്ന പേരിൽ പക്ഷികൾക്കായി ജലവും ഭക്ഷ്യധാന്യവും ഒരുക്കി. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാമുവൽ PJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ സാനു ഭാസ്കർ പ്രകൃതിയിൽ പക്ഷികളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. നമ്മുടെ ഈ പക്ഷികൾക്ക് ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അനന്തൻ സൂചിപ്പിച്ചതുപോലെ അത് പറവകൾ വെള്ളം കുടിക്കുക, അതിനകത്ത് വലിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് കുളിക്കുക. നമ്മളിപ്പോൾ ഒരു കുളത്തിലോ ആറ്റിലോ ഒക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പക്ഷികൾ കുളിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമാണ്. ഞങ്ങൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ എവിടെയോ പോയിട്ട് വരുന്ന വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാക്ക വായും പൊളച്ചിരുന്ന് വെള്ളത്തിനായിട്ട് അത് ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഒത്തിരി സങ്കടം തോന്നിയ ഒരു കാര്യമാണത്. യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ്, മേഖലാ സെക്രട്ടറി രാജേഷ്, PRO ജിതേഷ് ചെന്നിത്തല, അർച്ചന ശ്രീകുമാർ, ശുഭ രാജേഷ്, സ്വാതന്ത്ര്യം കോർഡിനേറ്റർ നിയാസ് മാന്നാർ, ഷേർലി സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി സെന്റ് തോമസ് CSI ചർച്ച് VBS 2025 ഭാഗമായി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ദിനാചരണത്തോടനുബന്ധിച്ച് ANAMS എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എടത്വ നഗരത്തിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. വേണ്ട എന്ന് പറയാത്തവരെയൊക്കെ ഞാൻ നശിപ്പിച്ചു. ഈ മനുഷ്യരെ
മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല, ഇന്റർനെറ്റ്, മൊബൈൽ ഇടപാട്, അശ്ലീലം, കുടുംബ തകർച്ച ഇവയിൽ നിന്ന് രക്ഷിക്കുവാൻ ഡോക്ടർ സൂസൻ തോമസ്, ഇടവക വികാരി ഫാദർ മാത്യു ജിലോ നൈനാൻ, അനാംസ് ഡയറക്ടർ ജോർജി എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, VBS ഡയറക്ടർ ജോസി സാറ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ബുധനൂർ ഗ്രാമസേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 27ാമത് ഹിന്ദു സംഗമത്തിന് ബുധനാഴ്ച തിരിതെളിയും. 9, 10, 11 തീയതികളിലായി കുന്നത്തൂർ കുളങ്ങര ക്ഷേത്രാങ്കണത്തിലാണ് പരിപാടി. ഏപ്രിൽ 9, 10, 11 തീയതികളിലെ കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചുള്ള 2 ഓഡിറ്റോറിയങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. 9-ാം തീയതിയെ ഉദ്ഘാടനം വെള്ളപ്പള്ളി നടേശന്റെ സഹധർമ്മിണി പ്രീതി നടേശനാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതില് AB സുരേഷ് കുമാർ ഭട്ടതിരി, A ഗോപാലകൃഷ്ണൻ, അനിൽ P ശ്രീരംഗം, R ശശികുമാർ എന്നിവര് പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഹിന്ദു സംഗമത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗീതാ പഠന ശിബിരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർഫനേജിലെ കുട്ടികൾക്ക് വേണ്ടി കേരള പോലീസിന്റെ വ്യക്തിത്വ വികസന പ്രോഗ്രാമായിട്ടും സെൽഫ് ഡിഫൻസിനും ഒരു 4 ദിവസത്തെ പ്രോഗ്രാം ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. 10-ാം തീയതിയുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ രാജേഷ് മാധവപുരം എന്ന ആധ്യാത്മിക രംഗത്ത് ധാരാളം പ്രഭാഷണം നടത്തി വരുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് മുഖ്യ പരിപാടിയായിട്ട്. അന്ന് ധാരാളം കലാപരിപാടികൾ ഉണ്ടായിരിക്കും. CG ഗോപകുമാർ അധ്യക്ഷനായിരിക്കും. 1-ാം ദിവസമായ രാവിലെ ശോഭായാത്രയ്ക്ക് ശേഷം 9:30 പതാക ഉയർത്തൽ നടക്കും. വൈകിട്ട് 6 നടക്കുന്ന സമ്മേളനം SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം നേടിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗ്രാമസേവാ പരിഷത്ത് പ്രസിഡന്റ് KK ദാമോദരൻ പിള്ള, ജോയിന്റ് സെക്രട്ടറി MR രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 12ാമത് നായർ സമാജം സ്കൂൾസ് എവർ റോളിംഗ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് മാന്നാർ NSS സ്റ്റേഡിയത്തിൽ തുടക്കമായി. റിട്ടയർഡ് എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഗ്രൗണ്ടിലോട്ട് നോക്കുമ്പോൾ എന്തായിട്ട് കാണുന്നുണ്ട്, കുറച്ച് കളിയാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ പുറമോട്ട് പോവുകയാണ്. കലാഹരൻ ഫുട്ബോൾ ടൂർണമെന്റുകൾ ആരംഭിച്ചു. അതിനു മുമ്പ് പല പ്രാവശ്യങ്ങളായിട്ടിങ്ങനെ പന്തുകളിൽ നടക്കാതെ നാസിയാണ് വേറെ ടീമാണ്. അപ്പൊ അത് കാണാൻ വേണ്ടി വലിയൊരു തിക്കും തിരക്ക് ഇവിടെ ഉള്ളതാണ്. ഈ മധുര കച്ചവടം ഈ പന്തുകളെ കാണാൻ ഒരു ഓട്ടമാണ്. 6 കഴിയുമ്പോൾ ഇവിടെ തിരിച്ചുള്ള ഓട്ടമാണ്. ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ KG വിശ്വനാഥൻ നായർ പതാക ഉയർത്തി. ചെയർമാൻ KR രാമേന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽ S അമ്പിളി, പഞ്ചായത്ത് അംഗം S ശാന്തിനി, KPCC അംഗം മാന്നാർ അബ്ദുൾ ലത്തീഫ്, ജേക്കബ് തോമസ് അരികുപുറം, ഡോക്ടർ പ്രകാശ് കൈമൾ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ D കിക്ക് ഓഫ് ചെയ്തു. കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് ഈ മാസം 13 വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കൊല്ലം FC കേരളയ്ക്കെതിരെ ഇരവിപേരൂർ റിവഞ്ചേഴ്സ് വിജയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8225 രൂപ, പവന് 65,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.